ഇന്നത്തെ വീഡിയോക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, കുറച്ച് ഗാർഡനിങ് പരിപാടി. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, അതുകൊണ്ട് ഞാൻ പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുക. അങ്ങനെ വിന്റർ സീസൺ കഴിഞ്ഞു. ഇനി മരങ്ങളും പൂക്കളും ഒക്കെ കിളിർത്ത് വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു. ഇന്ന് ഞാൻ എണീക്കുന്നതിന് മുന്നേ തന്നെ നല്ലപോലെ മഴ പെയ്തിരുന്നു. ഇപ്പൊ ഞാൻ വിൻഡോ ഷെയ്ഡ് ഓപ്പൺ ആക്കിയപ്പോൾ കണ്ടില്ലേ, വെയിലും മഴയായിട്ട് ഇങ്ങനെ മാറി തിരിഞ്ഞ് പെട്ടെന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് പൊക്കോണ്ടിരിക്കുന്നത്. ഈ വെയിലും മഴയും കൂടെ ഒന്നിച്ചുള്ളപ്പോൾ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ല് പറയല്ലോ, എന്തത്, കുറുക്കന്റെയും കോഴിന്റെയും കല്യാണം അല്ലെ? ഏത് കുറുക്കന്റെ ഏത് കോഴിന്റെയും കല്യാണം ആണോ നടക്കുന്നത്. എന്തായാലും നമുക്കിപ്പം നല്ല അടിപൊളിയായിട്ട് ഒരു കടുപ്പത്തിലൊരു ചായയും അതിനോടൊപ്പം പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമുക്ക് ആ ചായ കുടിക്കുകയും ചെയ്യാം. നല്ല പതപ്പ് ചാടിച്ചെടുത്ത നല്ലൊരു കടുപ്പമുള്ളൊരു ചായ. അന്തസ്. മലയാളിയായ ഇങ്ങനെ വേണം. ഡയറ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരാള് ഷുഗർ കട്ടാണ്, സംശയിക്കണ്ട, അത് ഞാനല്ല. ഓക്കെ, എനിക്ക് അത്യാവശ്യം നല്ലപോലെ മധുരമൊക്കെ വേണം കേട്ടോ. ഇതേ കണ്ടില്ലേ, മരത്തിൽ ആ ചെറിയ ഇലയൊക്കെ ഇങ്ങനെ കിളിർത്ത് വരുന്നത്. അങ്ങനെ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ചായ കുടിക്കാം. തണുപ്പുള്ള രാജ്യങ്ങളിൽ അപ്പത്തിന്റെയും ദോശന്റെയും ഒക്കെ മാവ് പെട്ടെന്ന് പുളിക്കില്ല, അല്ലെങ്കിൽ ഫെർമെന്റ് ആവില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഗ്രൈൻഡ് ചെയ്ത മാവ് തലേ ദിവസം ഇതേപോലെ ഓവനിൽ വെച്ചിട്ട് ഓവൻ നൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഫ്ലഫി ആയിട്ട് അടിപൊളിയായിട്ട് ദോശമാവ് കിട്ടും. അതേപോലെ അപ്പത്തിന്റെ മാവ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം എന്റെ ഉമ്മ ചെയ്ത് കണ്ടുള്ള പരിചയമേ എനിക്കുള്ളൂ. എത്ര ഉഴുന്നെടുക്കണം, എത്ര അരി എടുക്കണം, അതെങ്ങനെ ആട്ടണം ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പണ്ടുമ്മ പറയായിരുന്നു, കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ ഇതെല്ലാം പഠിക്കും എന്ന് പറയുന്ന സത്യമാണ്. ഇപ്പൊ അങ്ങനെ കുറേശ്ശെ എല്ലാം പഠിച്ചു വരുന്നുണ്ട്. കിച്ചന്റെ ഏഴായിലത്ത് പോവാത്ത ഞാനായിരുന്നു. ഇവിടെ ഒരാൾക്ക് ഇന്ന് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണോന്ന് പറഞ്ഞു. കാരണം ട്രാൻസാക്ഷന്റെ ഭാഗമായിട്ട് ആശാന് ബാങ്കിൽ പോകേണ്ട കാര്യമുണ്ട്. എനിക്ക് കൂടുതൽ ഈ തട്ടുകടയിലെ ദോശയില്ലേ, അതാ ഇഷ്ടം. പക്ഷെ ഇവിടെ ആശാന് അങ്ങനത്തെ ദോശ ഇഷ്ടമല്ല. ഇതുപോലെ നൈസായിട്ട് പരത്തിയിട്ട് അതിനകത്ത് ഇങ്ങനെ നെയ്യ് ഒഴിച്ച് മുരിച്ചെടുക്കുന്ന ദോശയാണ് കഴിക്കും, അല്ലെങ്കിൽ കഴിക്കില്ല. പിന്നെ പാവല്ലേ പോട്ടെ എന്ന് കരുതിയിട്ട് ഇത്തിരി മെനക്കെട്ടിട്ടാണെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ 1 ദോശയായി, 2 ദോശയായി, 3 ദോശയായി, 4 ദോശയായി. സോറി, 2 ദോശയെ കഴിച്ചോളൂ കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞ. ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇവളെ സഹിക്കുന്നതെന്ന്. ആ ക്വസ്റ്റ്യൻ കേട്ടിട്ട് എനിക്ക് വലിയ ഞെട്ടലൊന്നും തോന്നിയില്ല. കാരണം ഇതെല്ലാവരും ചോദിക്കുന്നതാണ്. പണ്ട് എൻ്റെ വീട്ടുകാരോടും ചോദിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഇവളെ വീട്ടിൽ സഹിക്കുന്നതെന്ന്. ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു ജോലിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പാത്രം കഴുകൽ. പക്ഷെ എന്ത് ചെയ്യാനാ, കഴിയല്ല. പറ്റിയ എല്ലാ ഇഷ്ടക്കേടുകളും എൻ്റെ മുഖത്ത് കാണാനുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇനി ഞാൻ സത്യം പറയട്ടെ, വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പാത്രം കഴുകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പാത്രം കഴുകുന്ന ആശാൻ അവിടെ ഇരിപ്പുണ്ട്. എന്താ നല്ല എക്സ്പ്രഷൻ, സ്വന്തമായിട്ടാണ് എല്ലാ പാത്രവും കഴുകുന്നതെന്നുള്ള ഭാവം. എന്നെ തന്നെ ഞാൻ പുകഴ്ത്തുന്നത് നല്ലതല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ എൻ്റെ വീട്ടുകാർ കാണുമ്പോഴത്തേക്കും അവർ അതിശയത്തോടെ ആയിരിക്കും കാണുക. ഞാൻ ഈ ജോലി ഒന്നും ചെയ്യത്തില്ലായിരുന്നു വീട്ടിൽ. ഒരു 10,000 തവണയെങ്കിലും എന്നെ കിടന്ന് വിളിക്കും എൻ്റെ ഉമ്മ, ഷബിന ഒന്ന് വന്ന് പാത്രം കഴുകും, കറിക്കരിയും, തുണി കഴുകിയ തുണി വിരിച്ചിടും, വിരിച്ച തുണി ഉണങ്ങിയാൽ മടക്കി വെക്കി. അങ്ങനെ എന്തോരം പണികളായിരുന്നു. അതിനെല്ലാത്തിനും ഓരോ ഉടായ്പകൾ കാണിച്ച് ഞാൻ മുങ്ങി നടക്കുമായിരുന്നു പണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ എല്ലാ റിഗ്രറ്റ്സും സത്യം പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം എനിക്കതുണ്ട് കേട്ടോ. പാലക്ക്, അതായത് സ്പിനാച്ച്, ചീര, പച്ചച്ചീര മസാലകൾക്കൊപ്പം ചേർത്ത് പനീർ, പൊട്ടേറ്റോ, ഗ്രീൻ പീസ് ഇവയെല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കിയ കറിയാണ് ഇത്. അതുകൊണ്ടാണ് ഇത് ഗ്രീൻ കളറിലിരിക്കുന്നത്. ഇതിന്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് അടുത്തത് പരിപാടി ഗാർഡനിലേക്കാണ്. ഓയിലും സീഡും ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പർച്ചേസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇപ്പൊ അത് എത്ര പേര് എന്റെ വീഡിയോ കണ്ടു എന്ന് എനിക്കറിയില്ല. സോ സ്റ്റേ ട്യൂൺ വിത്ത് മീ ടു ബി കണ്ടിന്യൂഡ്. അയ്യോ, ഒരു കാര്യം മറന്നുപോയി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ.